മുഖ്യമന്ത്രി ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തുട്ടാന്നറിയോ? മാസപ്പടി, കരുവന്നൂര്, പാനൂർ ബോംബ് സ്ഫോടനം, നെഹി. എപ്പോഴത്തെയും വില്ലൻ മൈക്കാണ് മക്കളെ. അവര് തമ്മിലുള്ള പ്രശ്നം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ മാത്രം എപ്പോഴും മൈക്ക് പണിമുടക്കുന്നു എന്നാണല്ലോ എല്ലാവരുടെയും സംസാരം. അതുകൊണ്ട് ഇത്തവണ ഞങ്ങളുടെ കോംറേഡ്സ് വേറെ ബുദ്ധി ഉപയോഗിച്ചു മക്കളെ. പെരുമ്പാവൂരിലെ LDF തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ സംസാരിക്കാൻ 2 മൈക്ക് വെച്ചു. ഒന്ന് കേടായാൽ അടുത്തതുണ്ടല്ലോ. എങ്ങനെയുണ്ട് ബുദ്ധി? ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാതെയാണ് പിന്നീടുള്ള തെരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലെങ്കിലും ആരും പേടിക്കണ്ട, മൈക്ക് കേടായതൊന്നല്ല. മുഖ്യമന്ത്രിക്ക് മുന്നിൽ മൈക്ക് കേടാവണ പരിപാടിയൊക്കെ നിന്നു ഗൈസ്. ഇനി അങ്ങനെ കേടായിട്ടുണ്ടെങ്കിൽ എപ്പോഴും അങ്ങനെ ഞങ്ങളുടെ മുഖ്യൻ സഹിച്ചൊന്നും വരില്ല കേട്ടോ. ഇത് കുറച്ച് വെയിലടിച്ചിട്ടാ. കുറച്ചൊന്നും അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാൻ പറയായിരുന്നു. മുഖ്യം മൂളിയും CMന്റെ ഇടതൊന്നും വലതൊന്നും ആൾക്കാർ വന്ന് പറഞ്ഞാണ്ടില്ലേ. പേടിയുണ്ടോന്നല്ല കേട്ടോ, ചെറിയൊരു ഭയം. അതുകൊണ്ടാ വഴി മാറി നിക്കടാ സൂര്യ. ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് നേരെ സൂര്യപ്രകാശം അടിക്കുന്നു. വേണ്ടട്ടാ, തെരഞ്ഞെടുപ്പായോണ്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി കലിപ്പ് മോഡ് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ കാണായിരുന്നു. ഇപ്പൊ മൊത്തം കളിയും ചിരിയും ട്രോളും അല്ലേ. നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയായി വീണ്ടും ഈ CMന്റെ ഒരു തമാശ കുറച്ച് കൂടുണ്ട് കേട്ടോ. മൈക്ക് ഓപ്പറേറ്റർമാരും മറ്റു ഉദ്യോഗസ്ഥരും കൂടുതൽ ജാഗ്രത കാണിക്കുന്നോണ്ടാണോന്നറിയില്ല, ഇപ്പം മൈക്ക് അങ്ങനെ പണിമുടക്കാറില്ല. അല്ലേലും ഇരട്ടച്ചങ്കനായ നമ്മുടെ മുഖ്യമന്ത്രിനെ കാണുമ്പോൾ ഏത് മൈക്കും ഒന്ന് പേടിക്കല്ലോ. അടുത്തതായി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ്. മൈക്കൊക്കെ ഓണാണല്ലോ അല്ലേ? ഹലോ സെറ്റ് ഒക്കെ സെറ്റ്. ഇന്ന് ഞങ്ങളുടെ മുഖ്യനൊരു കാലക്കും വന്നാലും ഇതിലേശം മാറ്റേണ്ടി വരും. ഞാൻ മാറ്റണോ നിങ്ങൾ തന്നെ മാറ്റണോ? മാറ്റാങ്ങുന്നേ. മാധ്യമങ്ങളുടെ മൈക്കൊക്കെ നീക്കി വെക്കാൻ കൂട്ട്. എല്ലാം പെർഫെക്റ്റ്. ഓക്കെ, ആരംഭിക്കലാമാ. പ്രചരണത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായ ഘട്ടത്തിലേക്കാണ് സംസ്ഥാനം നടക്കുന്നത്. പതിമൂന്ന് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ 13 മണ്ഡലങ്ങളില് ഇങ്ങനെ കാഴ്ചക്ക് വെച്ചതാണ്. എന്തൊരു കഷ്ടാണിത്. ഈ മൈക്ക് ശാപം ഇതുവരെ തീർന്നില്ലേ? ആറ്റിറ്റ്യൂഡ് ഇട്ട് കയറി വന്നതായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി? ഒന്നുമില്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിനെയാണ് നിർത്തി അങ്ങ് അപമാനിക്കണെന്ന് ആലോചിച്ചൂടെ മൈക്കിന്? എല്ലാവരും ഞാൻ ഇരുന്നാലാണ് ഇതിന്റെ ഒരു ഓപ്പറേഷൻ. അപ്പൊ നിങ്ങൾക്കൊരു വാർത്തയായി. അപമാനിതനായിട്ട് ആ പാവത്തിന്റെ ചിരി കണ്ടോ? പുതിയ വിജയൻ എത്ര പാവം, എത്ര നിഷ്കളങ്കൻ. മൈക്കിന്റെ പേരിൽ മൈക്ക് മാത്രല്ലെന്നേ, വഴി കൂടെ പോണ എല്ലാരും ഞങ്ങളുടെ മുഖ്യമന്ത്രിനെ അപമാനിക്കല്ലേ. തീപ്പൊരി പ്രസംഗം നടത്താൻ വന്നിരിക്കുമ്പോ ഒക്കെ പണി മുടക്കണതിലും വലിയ ഗതികേട് വേറെ എന്തുട്ടുള്ളത്? മൈക്ക് പോലും മുഖ്യമന്ത്രിയോട് പ്രതിഷേധിക്കുക. അദ്ദേഹം പ്രസംഗിക്കാൻ എവിടെ ചെന്നാലും മൈക്ക് തന്നെ പ്രതിഷേധിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൈക്ക് പ്രതിഷേധിക്കേ ഒന്ന് പോയ ചെന്നിത്തലാജി. ഇവിടെ ആർക്കും മൈക്കിന്റെ ഓപ്പറേഷൻ ഒന്നും കൃത്യമായിട്ട് അറിയില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. കേരളത്തിലെ മൈക്ക് ഓപ്പറേറ്റർമാരെല്ലാവരും ഗോവിന്ദ മാഷിന്റെ അടുത്ത് ശിഷ്യത്വം സ്വീകരിക്കണം. അപ്പൊ തീർന്നോളും മൈക്കിന്റെ സൂക്കേടും. ഇത് ഈ മൈക്ക് ചെറിയതല്ല പ്രശ്നം. മൈക്ക് ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഉപകരണമാണ്. കുറേ ഉപകരണം വാരി വലിച്ചു കൊണ്ടുവന്നുകൊണ്ടൊന്നും കാര്യമില്ല. ആളുകൾക്ക് സംവേദിക്കാൻ ഉതകുന്ന രീതിയിലുള്ള മൈക്ക് സിസ്റ്റത്തെ കൈകാര്യം ചെയ്യാൻ അറിയണം. അത് കൈകാര്യം ചെയ്യാൻ അറിയുമ്പോൾ ആൾ ആടുന്ന തന്നെ പറയുന്നുണ്ട്, എനിക്കറിയാം ഇത്
ശബ്ദമില്ല എന്ന് പറയും. ഉടനെ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെട്ട് വന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞോളാം എന്നാണ്. അതൊരു ഫിനോമിനലായി മാറിയിരിക്കുകയാണ്. മൈക്കിന് പോലും മുഖ്യമന്ത്രിയോടുള്ള പ്രതിഷേധം വളരെ ശക്തമാണ്. ചിലപ്പോൾ അദ്ദേഹം തന്നെ മൈക്ക് ഒടിച്ചിടും. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. അത് കണ്ട് ഘടകകക്ഷി നേതാക്കന്മാർ ചെന്ന് മൈക്ക് നന്നാക്കും. ജോസ് കെ മാണിക്കുള്ള ഏക ജോലി ഇപ്പം അതാണ്, മൈക്ക് നന്നാക്കുക എന്നുള്ളതാണ്. ആകെ ടയേർഡായി. 11 മണിയുടെ ഇടച്ചായ കുടിക്കാൻ പോയാലോ? തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വിശാല മനസ്കനായി ഞങ്ങളുടെ മുഖ്യമന്ത്രി വീണ്ടും മൈക്കിനോട് ക്ഷമിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അപമാനിതനായിട്ടും നിഷ്കളങ്കമായ ഒരു ചിരിയോടെ മുഖ്യമന്ത്രി പ്രസംഗം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പ് കാലം താത്തിപ്പോ തീരും. പക്ഷെ CM-ഉം മൈക്കും തമ്മിലുള്ള പ്രശ്നം ഏത് കാലത്ത് തീരുന്നു ഒരു ഐഡിയ ഇല്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയപ്പോൾ തൊട്ട് UDF കേട്ടോണ്ടിരിക്കുന്ന ആരോപണം തൊട്ടാ പ്രചാരണത്തിന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടി ഉപയോഗിക്കണില്ല. പക്ഷെ വയനാട്ടിൽ കഴിഞ്ഞ ദിവസം പച്ചക്കൊടികൾ പാറി മക്കളെ. UDF ഇത്ര പെട്ടെന്ന് തീരുമാനം മാറ്റിയൊന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. പച്ചക്കൊടി വീശിയത് CPM നേതാവ് ബൃന്ദ കാരാട്ട. വയനാട്ടിലെ പ്രചാരണത്തിന്റെ ഇടയിൽ പാവം UDF നേതാക്കൾ എന്തെല്ലാം കുത്തുവാക്കുകൾ കേട്ടു. കോൺഗ്രസിന്റെ കൊടിയില്ല, ലീഗിന്റെ കൊടിയില്ല, ഒരു സാഹചര്യം വന്നപ്പോൾ ലീഗിന്റെ കൊടിയൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു. എന്നാലും പാവങ്ങളിലെ സ്വന്തം പാർട്ടിയുടെ സ്വന്തം പ്രചാരത്തിന് സ്വന്തം കൊടി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലെ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. സ്വന്തം മുന്നണിയുടെ കൊടികൾ ഉപയോഗിക്കാൻ പറ്റാണ്ട് സങ്കടത്തിലിരിക്കുന്ന UDF നേതാക്കൾക്ക് മുന്നിലേക്കാണ് ഇടുത്തി പോലെ ബൃന്ദ കാരാട്ട് വരുന്നത്. Why Congress leaders, in the nomination of your leader Rahul Gandhi, why did you hide the green flag of the UDF? Why the Pacha Kodi was not there? What about Amethi and Raebareli? Are the Congress leaders going to desert Amethi and Raebareli? പച്ചക്കൊടിയുടെ കാര്യം എല്ലാവരും മറന്നു എന്ന് വിചാരിച്ച് ഞങ്ങളുടെ UDF നേതാക്കളൊക്കെ ആശ്വസിച്ചിരിക്കുമ്പോൾ വീണ്ടും അത് ഓർമ്മിപ്പിക്കുന്നത് കഷ്ടമാണ് കേട്ടോ. This is the flag of the INL. LDF-ന്റെ ഘടകകക്ഷിയായ INL-ന്റെ കൊടിയും പിടിച്ച് നിൽക്കുന്നത് കണ്ട. എവിടെ UDF നേതാക്കളൊക്കെ എന്തിയെ ഇതൊന്നും കാണില്ലേ? The INL is a respected member of the LDF. Here we have the Pacha Kodi of the INL. എന്നാലും UDF ലീഗിന്റെ പച്ചക്കൊടിയും വേണ്ട, കോൺഗ്രസിന്റെ കൊടിയും വേണ്ട എന്ന് പ്രചാരണത്തിന് തീരുമാനം എടുത്ത് നിൽക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ പച്ചക്കൊടി വീശി LDF പ്രചാരണം നടത്തുന്നത് എന്തൊരു കഷ്ടമാണ്. ഇതിലും വലിയ നാണക്കേട് വേറെ വരാനുണ്ടോ? വ്യാപകമായ പ്രചാരവേല സംഘടിപ്പിച്ചു. അത് വേറൊന്നുമില്ല, കോൺഗ്രസിൻ്റെ പതാകയോടൊപ്പം പാകിസ്ഥാൻ പതാക ഉയർത്തിയിരിക്കുന്നു എന്നാണ് അന്ന് വിമർശിച്ചത്. ആ വിമർശനത്തിന് ശരിയായ മറുപടി ഇത് മുസ്ലിം ലീഗിൻ്റെ പതാകയാണെന്നും മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാനവിടെ മത്സരിച്ച് ജയിക്കുന്നത് എന്നും പറയാനുള്ള ആർജവം യഥാർത്ഥത്തിൽ അവർ കാണിക്കേണ്ടതാണ്. ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഞങ്ങളുടെ UDF നേതാക്കളെ സങ്കടപ്പെടുത്തരുത് കേട്ടോ. നിങ്ങളെ പോലെയല്ലല്ലോ കോൺഗ്രസ് നേതാക്കളുടെ കാര്യം. ലീഗിന്റെ പച്ചക്കൊടി കണ്ടിട്ട് പണ്ടത്തെ പോലെ വീണ്ടും വിവാദം ഉണ്ടായാലോ, ദേശീയ തലത്തിൽ വോട്ട് കുറഞ്ഞാലോ? നിങ്ങൾക്കാകെ ഇവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. അവർക്ക് അതുപോലെയല്ലല്ലോ. അല്ലാണ്ട് നിലപാടില്ലാഞ്ഞിട്ടോ പേടിച്ചിട്ടോ ഒന്നല്ല കേട്ടോ. രാഹുൽ ഗാന്ധി ആ തുറന്നു പറയൽ നടത്തിയില്ല. മുസ്ലിം ലീഗിനെ തമസ്കരിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ്സാണ് ജയിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വയനാട് നിയോജകമണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ടില്ല എങ്കിൽ അവിടെ കോൺഗ്രസ് ജയിക്കുന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. അപ്പോൾ അത്രയും പ്രാധാന്യം ഉണ്ടായിട്ടും അത് വിശദീകരിക്കാൻ യഥാർത്ഥത്തിൽ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ പറയല്ല മാഷെ. ലീഗിനെ ഒറ്റപ്പെടുത്തി ലീഗിന്റെ കൊടി മാത്രമല്ലല്ലോ പ്രചാരണത്തിന് ഉപയോഗിക്കാണ്ടിരുന്നത്, കോൺഗ്രസിന്റെ കൊടിയും ഉപയോഗിച്ചില്ലല്ലോ. അപ്പോൾ UDF-ന്റെ ഐക്യമാണ് അത് കാണിക്കണതെന്നാണ് ഞങ്ങളുടെ നേതാക്കൾ സ്വയം പറയണത്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കഴിഞ്ഞ അനുഭവം വെച്ച് BJP ഭയം
BJPയുടെ വിമർശന ഭയം കൊണ്ട് അവർ ആദ്യം തീരുമാനിച്ചു മുസ്ലിം ലീഗിൻ്റെ കൊടി വേണ്ട. മുസ്ലിം ലീഗിൻ്റെ കൊടി വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിൻ്റെ കൊടി ഉയർത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തീരുമാനിച്ചു 2 കൊടിയും വേണ്ട. ഇങ്ങനെ കൊടി ഉപേക്ഷിച്ച തെരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് നിർബന്ധിതമായ ഒരവസ്ഥ ഉണ്ടായത് BJP ഭയം കൊണ്ടാണ്. മാഷ് ഇങ്ങനെ പറയണതിലും കാര്യമില്ലാതില്ലല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സ്വന്തം കൊടി ഉപയോഗിക്കാണ്ടിരിക്കുവോ? BJP പ്രചാരണത്തെ പേടിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഉത്തരവില്ല. ഞങ്ങൾക്ക് പറയാനുള്ള മറുപടിയൊക്കെ നേരത്തെ പറഞ്ഞു. കോൺഗ്രസ് പതാകയോട് നിങ്ങൾക്കുള്ളതിനേക്കാൾ വലിയ സ്നേഹവും വൈകാരിക ബന്ധവുമാണ് ഞങ്ങൾക്ക്. നിങ്ങളുടെ ഈ സ്നേഹത്തിന് നന്ദി പറയും. മറുപടി പറഞ്ഞു. അതപ്പോ മറുപടി ഇല്ലാത്തതാണ് ഞങ്ങളുടെ നേതാക്കളുടെ മറുപടി. ഏത് പക്ഷം പറഞ്ഞാലും ഞങ്ങളുടെ പക്ഷം പറഞ്ഞു കഴിഞ്ഞു മറുപടി. അവര് പതാകയും ചിഹ്നവും രക്ഷിക്കാനല്ലേ ഈ വോട്ട് ഇലക്ഷന് മത്സരിക്കുന്നത്. ഞങ്ങൾ രാജ്യത്തെ രക്ഷിക്കാനാണ്, ഭരണഘടനയെ രക്ഷിക്കാനാണ്. രാജ്യത്തെ രക്ഷിക്കുന്നതിനിടയ്ക്ക് സ്വന്തം പാർട്ടിയുടെ കൊടിയൊക്കെ ആരാ നോക്കണേ? ഇവരൊക്കെ എന്തൊരു വലിയ മനസ്സുള്ള ആൾക്കാരാണല്ലേ. രാഷ്ട്രീയമായിട്ട് തന്നെയാ പ്രതിരോധിച്ചത്, അല്ലാതെ വ്യക്തിപരമായിട്ടല്ല പ്രതിരോധിച്ചത്. അത് അവരുടെ അഭിപ്രായം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച മണ്ഡലമല്ലേ. അല്ല, നിങ്ങൾക്ക് വേണ്ട മറുപടി പറയാൻ ഞാൻ തയ്യാറാവില്ലെന്ന് അറിയാമല്ലോ. നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി പറയാം. UDF നേതാക്കൾക്ക് ഉയർത്താൻ പറ്റാത്ത പച്ചക്കൊടി LDF ഉയർത്തി കാണിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്ക് മാറുമ്പോഴെങ്കിലും സ്വന്തം ഘടകകക്ഷികളുടെ കൊടി നിങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ടാൽ വലിയ സന്തോഷം. അല്ല, കൊടി പിടിച്ച് പ്രചാരണം നടത്താൻ പറ്റാത്ത അണികളുടെ അവസ്ഥ കണ്ടുകൊണ്ട് പറഞ്ഞതാണേ. പലതരത്തിലുള്ള വോട്ട് ചോദിക്കൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഓപ്പോസിറ്റ് പാർട്ടിയുടെ നേതാവിന്റെ പേരിൽ വോട്ട് ചോദിക്കണ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ കോട്ടയത്തേക്ക് പോയാൽ മതി. രാഹുൽ ഗാന്ധി ഹീറോയാടാ ഹീറോ എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കണ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു. സ്വാഭാവികമായിട്ടും ഏത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായാലും ഉള്ളിലൊരു ടെൻഷൻ എന്തായാലും ഉണ്ടാവുമല്ലോ, അല്ലേ തോമസ് ചേട്ടാ? രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ നേതാവാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രമുഖ നേതാവും കൂടിയാണ്. ഞങ്ങളും ഇന്ത്യ മുന്നണിയിലെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വരവ് എനിക്ക് കൂടി പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ്. എന്താ ഇവിടെ ഒരു തകരാറ് പോലെ തോന്നുന്നുണ്ടല്ലേ? ഇന്ത്യ മുന്നണിയൊക്കെ അവിടെ അങ്ങ് ദേശീയ തലത്തിൽ, ഇവിടേക്ക് അതാരും പൊക്കിപ്പിടിച്ചുകൊണ്ട് വരണ്ടെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ പറയണത്? ഒന്നുമേ പുരിയല്ലേ. ഞാനും ജയിച്ചു എന്നാൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അഖിലേന്ത്യാ തലത്തിൽ BJPക്ക് ബദലായി ഒരു മതേതര സ്വഭാവമുള്ള മുന്നണി അധികാരത്തിൽ വരണമെന്ന് നമ്മുടെ ആവശ്യമാണ്. അതിനുള്ള പിന്തുണ ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ജയിച്ചാലും രാഹുൽ ഗാന്ധി ജയിച്ച പോലെയാ. അപ്പോ ഇന്ത്യ മുന്നണി ജയിച്ചില്ലേ, അങ്ങനെ അതുവഴി മോദി സർക്കാരിന് നമുക്ക് താഴെ ഇറക്കിക്കൂടെ? അതിനു വേണ്ടിയാ രാഹുൽ ഗാന്ധി പൊളിയാണ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞത്ര. കാഞ്ഞ ബുദ്ധി തന്നെ. എന്നാലും മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ നേതാവേ. ഇന്ത്യ മുന്നണി അവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ വന്നാലും ഗുണം ചെയ്യും. ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളെ ഇവിടുത്തെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്നാലും ഓപ്പോസിറ്റ് പാർട്ടിയുടെ നേതാവിനെ പൊക്കി പറഞ്ഞ് വോട്ട് ചോദിക്കണത് എന്ത് തരം തെരഞ്ഞെടുപ്പ് പ്രചാരണമാണോ എന്തോ? ഇനി തോമസ് ചാഴികാടൻ രാഹുൽ ഗാന്ധിനെ പുകഴ്ത്തി പറഞ്ഞതിനും പാവം നമ്മുടെ മുഖ്യമന്ത്രി എന്നെ മറുപടി പറയേണ്ടി വരുമല്ലോ. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഓരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണും. നന്ദി, നമസ്കാരം.